സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവും തന്നെ അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 15 വാക്യം 29. അവനവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ടത് ജ്യേഷ്ഠ പുത്രൻ്റെ പരാതിയാണ്, പിതാവിനോടുള്ള പരാതി. ആ പരാതിക്ക് അടിസ്ഥാനം എന്താണെന്നാൽ, ആ ജ്യേഷ്ഠപുത്രൻ്റെ സഹോദരൻ തൻ്റെ അവകാശവുമായി ദൂരദേശത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ച് ഒടുവിൽ ആ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ തനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്കും അപ്പൻ്റെ അടുക്കലേക്കും അവൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവനെ പിതാവ് സ്വീകരിക്കുകയും അവനാവശ്യമായതൊക്കെ നൽകുകയും ചെയ്യുന്നു. ഇതിൽ അസന്തുഷ്ടനായി ജ്യേഷ്ഠപുത്രൻ പിതാവിനോട് പറഞ്ഞ പരാതിയാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ വളരെ നാളുകളായി അങ്ങയെ സേവിക്കുന്നു, എന്നാൽ എൻ്റെ സുഹൃത്തുക്കളുമായി സന്തോഷിക്കുവാൻ അങ്ങ് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. ഈ എൻ്റെ സഹോദരൻ നിൻ്റെ സ്വത്തെല്ലാം വാങ്ങി വിറ്റ് കാശാക്കി നശിപ്പിച്ച് ഇതാ മടങ്ങി വന്നിരിക്കുന്നു. അവന് വേണ്ടി നീ ഈ ഭവനത്തിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി വലിയ വിരുന്ന് കഴിക്കുന്നു, കാളയറുക്കുന്നു, ആനന്ദിക്കുന്നു. അവന് പുതിയ ചെരുപ്പ് നൽകുന്നു, മോതിരം നൽകുന്നു, പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതെല്ലാം അനവസരത്തിലാണ് അപ്പൻ ചെയ്യുന്നതെന്നാണ് ഈ ജ്യേഷ്ഠപുത്രൻ പിതാവിനോട് പരാതിപ്പെടുന്നത്. ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ട് അഥവാ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യനെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ്, ഇത് മനുഷ്യത്വമാണ്. ഇത് മനുഷ്യത്വം മാത്രമല്ല, ദൈവത്വം കൂടിയാണ്. ഇത് ഒരു ദൈവിക സ്വഭാവ ഗുണമാണ്. ഇവിടെ ആ ദൈവിക ഗുണത്തെ ഈ ധൂർത്ത പുത്രൻ്റെ പിതാവിൽ നാം കാണുന്നുണ്ട്. ആ പിതാവിൻ്റെ മൂത്തപുത്രൻ ഇതാ പരാതി പറയുകയാണ് സഹോദരനെക്കുറിച്ച്, അഥവാ ആ പിതാവിൻ്റെ ഇളയ പുത്രനെക്കുറിച്ച്. അപ്പോഴും അവനെയും ചേർത്ത് പിടിച്ച്, മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാവുന്നു. നിൻ്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി പറയുന്ന മൂത്തപുത്രനെ ചേർത്ത് പിടിക്കുന്നു. ഒപ്പം നഷ്ടപ്പെട്ടു പോയ ആ ഇളയപുത്രന് ആവശ്യമായതെല്ലാം തിരിച്ചു നൽകുകയും ചെയ്യുന്നു. അതെ, ദൈവപിതാവിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ് ഈ പിതാവിൽ നാം കാണുന്നത്. ഇവിടെ നാം കാണുന്ന ജ്യേഷ്ഠപുത്രനിൽ കാണുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയാത്ത, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇളയപുത്രനിൽ നാം കാണുന്നത് മാനസാന്തരത്തിൻ്റെ പ്രതിരൂപമാണ്. അതെ, വീഴ്ച മനുഷ്യ സഹജമാണ്. വീണ്ടും പറയട്ടെ, വീഴ്ച മനുഷ്യ സഹജമാണ്. എന്നാൽ ഞാൻ തെറ്റിപ്പോയി,
കുറ്റക്കാരനായി പാപം ചെയ്തു എന്നുള്ള ബോധം നമ്മിൽ ഉദിക്കുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. ആമേൻ, ആമേൻ.